അല്ലാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ? ചോദ്യം വന്നു. ശരി, ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്ന ഇഷ്ടപ്പെടൂല. അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ, അവൾ ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇതല്ലേ. അത് ഉള്ളതല്ലേ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ശറഅ് പറഞ്ഞു തരണം. എന്താണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്? ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു, ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്. ഗീബത്തിൻ്റെ വിഷയം നിങ്ങളുടെ നന്മ, ആരെപ്പറ്റിയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് ആ മനുഷ്യന് നീങ്ങിപ്പോകും, അക്കൗണ്ട് കാലിയാവുന്നത് അറിയില്ല. അതാണ് ഗീബത്തിൻ്റെ വിഷയം. ഇനി വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ ഫഖദ് ബഹത്തഹു, ആ മനുഷ്യനെ കുറിച്ച് ബുഹ്താൻ പറഞ്ഞു, പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരാളിലൊരു കുഴപ്പമുണ്ടെങ്കിൽ ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക. അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ. പത്രത്തിൽ കൊടുക്കലോ വാട്സപ്പ് കൊടുക്കലോ ഫേസ്ബുക്കിൽ കൊടുക്കലോ പരസ്യപ്പെടുത്തലോ അല്ല, ഗുരുതരമായ തെറ്റാണത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്, ജനാധിപത്യ രാജ്യം ഒക്കെ ശരിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കിത് പറയാൻ പറ്റൂല, നമുക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഒരാളെപ്പറ്റിയും ഉള്ളതുപോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലൊഴികെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു, ആ മനുഷ്യനിലൂടെ ഇയാൾക്കൊരു നസ്വഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ, അതല്ലെങ്കിൽ പറയാൻ പാടില്ല. നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്, അതാ പാടില്ല എന്ന് പറഞ്ഞത്. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് ബുഹ്താൻ. ബുഹ്താനം വ ഇസ്മൻ കബീറ, വലിയ കുറ്റം, വലിയ പച്ച നുണയാണ് ഒരാളെപ്പറ്റി ഉണ്ടാക്കി പറയുന്നത്. അത് ഗീബത്തിനേക്കാളും ഗുരുതരമാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഗീബത്ത് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണെന്ന് ഉലമാഇന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വൻപാപങ്ങളിൽപ്പെട്ടതാണ് അത്ര ഗീബത്ത് പറയാൻ. നമ്മൾ ആരെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് വരും. ഒരാളുടെ കുറ്റം കുറവും പറയുക, ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, അത് നിരൂപണമല്ല, അത് തെറ്റാണ്. നിരൂപണം എന്നത് ഒരു മനുഷ്യനെ തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കലാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ വളരെ മനോഹരമായ കവിതയുണ്ട്. എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റക്ക് വന്ന് പറയേ. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത് പരസ്യമായി ചെയ്യുന്ന ആളാണ്, ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം. പക്ഷെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല എന്നാ. ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ഒരാളുടെ ഇസ്സത്ത്, ഒരു മനുഷ്യൻ്റെ അഭിമാനം, ഇത് കഅബാലയത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നിരൂപണമായിരുന്നില്ല. സഅദ് എന്നവരെ കുറിച്ച് പറഞ്ഞത് ആക്ഷേപമായിരുന്നു. ആക്ഷേപം ളുൽമാൻ. യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ ഫലാ തദാലമൂ. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ കൊണ്ടുവന്നു. റളിയല്ലാഹു അൻഹു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ ആരോടും അന്യായം ചെയ്യുന്നവനല്ല. പോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ ളുൽമ് ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. ഫലാ തദാലമൂ, നിങ്ങൾ ആരോടും ഒരാളുടെ അഹിംസയാണ്. ചിലർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാണ്, വെൽ വിഷിങ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം.
ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം. അത് നമ്മുടെ കൽബിലില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക? എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുരുത്തം കെട്ട് പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ, അവരങ്ങ് നരകത്തിലേക്കാവട്ടെ, ഇങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. അദ്ദീനു അന്നസ്വീഹ, ഇങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഖുൽനാ ലിമൻ, സ്വഹാബികൾ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചു നബിയേ, ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാംക്ഷിക്കേണ്ടത്? ഖാല ലില്ലാഹ് വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ലില്ലാഹി വലിറസൂലിഹി വലികിതാബിഹി, വിശുദ്ധ ഖുർആനിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിന് ഗുണം കാംക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. തെറ്റിദ്ധാരണകൾ വരുമ്പോൾ തിരുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം. ഖുർആനിന് വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം. വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ, അവർക്ക് നന്മയാണ് നിങ്ങൾ കാംക്ഷിക്കേണ്ടത്. വആമ്മതിഹിം, മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, കച്ചവടക്കാർ, കടലിൽ പോയി പണിയെടുക്കുന്നവര്, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവര്, എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ, ഇവർക്കൊക്കെ നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം. കച്ചവടക്കാർ, നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോൾ അവൻ പൊളിഞ്ഞു പോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവൻ്റെ റിസ്ക്കല്ല എനിക്കും കിട്ടുന്നത്. എൻ്റെ കസ്റ്റമർ അയാളടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എൻ്റെ അടുത്തും വരില്ല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പാര വെക്കൂല, അപ്പോൾ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല, അപ്പോൾ പിന്നെ സിഹ്ർ ചെയ്യാൻ ഓടൂല. എന്തേ? അർ-റാസിഖു ഹുവ അല്ലാഹ്, റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ രാജ്യക്കാരനാണ്. അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പോൾ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവർ തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അയാൾ വന്നിട്ടുണ്ട്, ഭയങ്കര ദുആ, അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണ്? അവർ എൻ്റെ തൊട്ടടുത്ത വീഡിയോക്കാരനാണെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണിത്. ഇങ്ങനെ എന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസ്വീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിമാകുന്നുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്. الدين النصيحة ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ولرسوله إذا نصحوا لله ورسوله. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ليس على الضعفاء ولا على المرضى. ഇസ്ലാമിക ലോകത്ത് രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ, രാജ്യത്തിൻ്റെ ബോർഡറുകൾ കാക്കാൻ വേണ്ടി സൈന്യം പുറപ്പെടുമ്പോൾ പുരുഷന്മാർ മുഴുവൻ സൈന്യത്തിൽ പോവണമെന്നത് ശർഇൻ്റെ നിബന്ധനയാണ്. അന്ന് പട്ടാളക്കാരെന്ന് വേറൊരു സെഗ്രിഗേഷൻ ഇല്ല, പുരുഷന്മാർ മുഴുവൻ പോവേണ്ടി വരും. അവിടെ പോകാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ലൈസ അലൽ ദുഅഫാ, ദുർബലരായ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾ, വലാ അലൽ മർളാ, രോഗികളായവർ, വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, യാത്രയുടെ ചെലവിന് വഹിക്കാവുന്ന കാശ് കയ്യിലില്ലാത്ത പാവപ്പെട്ടവര്, അവർക്ക് വരേണ്ടതില്ല ഹറജുൻ. പക്ഷെ അവരെന്തു ചെയ്യണം?
ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും മനസ്സിനുള്ളിൽ ഗുണകാംക്ഷയുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിലിരുന്നിട്ട് പിന്നെ കൊളത്തി കൊടുക്കരുത്, വീട്ടിലിരുന്നിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ രഹസ്യം പുറത്തു കൊടുക്കരുത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പണി ചെയ്യരുത്. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അവരെന്ത് ചെയ്യണം? ഒന്നിനും കഴിയാത്ത ആളുകളാണ്, രോഗികളാണ്, ബെഡിൽ കിടക്കുകയാണ്, കാശില്ല, യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, ഈ സൈന്യത്തിൻ്റെ കൂടെ വരാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം? ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ബെഡിൽ കിടക്കുന്ന രോഗികൾ പോലും ദീനിന് ഗുണം വരണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്താ പറയുന്നത്? ഹലകന്നാസ്, ജനങ്ങൾ മുഴുവൻ ഹലാക്കായിട്ടോ. 2024 പിറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയുള്ള കാലം പോക്കാണ്, എല്ലാവരും മോശക്കാരാണ്, നല്ല മനുഷ്യന്മാരെ കാണാനില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ, ആ ന്യൂസ് കണ്ടില്ലേ, ഈ വാട്സപ്പ് ന്യൂസ് കേട്ടില്ലേ, ആ പത്രവാർത്ത കണ്ടില്ലേ, നാടൊക്കെ മോശമായി, എല്ലാവരും മോശമാണ്, ജനങ്ങളൊക്കെ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ചവരിൽ ഏറ്റവും നശിച്ചവർ ഈ പറഞ്ഞ ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിനർത്ഥം എന്താണ്? ജനങ്ങൾ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാലം പറ്റ തീർന്നു എന്ന് പറയരുത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ നാമ്പവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പോസിറ്റീവ് വൈബുകളാണ് കൊടുക്കേണ്ടത്, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. നാട് മുഴുവൻ മോശമാണ്, നാട്ടുകാർ മുഴുവൻ മോശക്കാരാണ്, നാട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേറ്റവും കൊള്ളരുതാത്തവൻ ഇത് പറയുന്ന ആള് തന്നെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫഹുവ അഹ്ലകുഹും. ജനങ്ങളിൽ നന്മയുണ്ട്. ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, പക്ഷെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ പോലും അങ്ങനെയാണ്. പുണ്യനബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷനും ഒരു ഭർത്താവും തൻ്റെ ഭാര്യയെ വെറുത്തു പോകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്തേ, വേറെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം എല്ലാം ഇഷ്ടപ്പെടാത്തത് അങ്ങനൊരു മനുഷ്യനുണ്ടാവില്ല. ഓരോ മനുഷ്യരിലെയും നന്മകൾ നോക്കേണമേ, അവരുടെ ഗുണങ്ങൾ നോക്കേണമേ. തിന്മകൾ മാത്രം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ തുനിഞ്ഞാൽ ഒരു മനുഷ്യനെയും കൂട്ടുകാരനായി സുഹൃത്തായി കൊണ്ടു നടക്കാൻ ഈ ലോകത്ത് ഒരാളെയും കിട്ടില്ല, ഒരാളെയും കിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. ന്യൂനതകൾ തിരുത്തപ്പെടാനുള്ളതാണ്. ന്യൂനതകൾ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടരുത്. നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. നിരൂപണങ്ങളെ സ്നേഹത്തോടെ